നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ഡിസംബർ 7-ന് നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല MLA-യുമായ MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ITI യാഥാർത്ഥ്യമാകുന്നതിന് 2024-25 ബജറ്റിൽ അംഗീകാരം നൽകുകയാണുണ്ടായത്. 4 ITIകളാണ് 2024-25 ബജറ്റിൽ അംഗീകാരം നൽകിയത്. 4 കോഴ്സുകളാണ് നാഗലശ്ശേരി ITIക്ക് വേണ്ടി ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി, ഡിസൈനിംഗ് എന്നിവ. ഇതിൽ 2 കോഴ്സുകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ വർഷം ആരംഭിക്കുന്നത് 2 കോഴ്സുകളാണ്, ഡ്രാഫ്റ്റ്മാൻ, സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും. ഇതിന്റെ പ്രത്യേകത ഈ 4 കോഴ്സുകളിൽ 3 ഏറ്റവും ആധുനികമായ കോഴ്സുകളാണ് എന്നതാണ്. ഡ്രാഫ്റ്റ്മാൻ, സിവിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കോഴ്സാണ്, പക്ഷേ മറ്റ് 3 ഏറ്റവും ആധുനികമായിട്ടുള്ള കോഴ്സുകളാണ്. അപ്പൊ ഇത് കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ കൂടി ഭാഗമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യവും ഊന്നലുമാണ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമാണ് സ്കിൽ ഡെവലപ്മെന്റിന് വേറെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടി ഭാഗമാണ് വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് നൂതനമായ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന കോഴ്സുകളുമായി പുതിയ ITI, പരമ്പരാഗത ITI അല്ല ആരംഭിക്കുന്നത്, പുതിയ ITIകൾ ആരംഭിക്കുന്നു എന്നത്. അപ്പോൾ കേന്ദ്രം അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലും എങ്ങനെയാണ് കേരളത്തിലെ LDF സർക്കാർ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തരത്തിൽ കേരളത്തെ ദ്രോഹിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് എന്നതിന്റെ ഒന്നാം തരം ഒരു ഉദാഹരണമാണ് ഈ തൃത്താല ഗവൺമെന്റ് ITI. ഡ്രാഫ്റ്റ്മാൻ, സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഓരോ കോഴ്സിലും 24 കുട്ടികൾ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നത്. ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കുകയും 7-ന് ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം രാവിലെ 10:30-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. 9-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കും. NCV ന്യൂസ്, തൃത്താല.